ഇതെന്താ അറിയോ, നമ്മളെ കാസർഗോഡ് സ്വന്തം അവല് മൈസൂർ കായും ഈ ബേജ പൊണ്ടത്തിലിട്ടിട്ട് അവല് കുഴച്ചതെല്ലാം കൂട്ടി കഴിക്കാൻ എന്ത് ടേസ്റ്റ് അല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും റെസിപ്പി നോക്കി ഇങ്ങനെ ഉണ്ടാക്കലത് നമ്മളെ കാസർഗോഡിൽ തന്നെ സംഭവം. പക്ഷെ വേറെ എവിടെയെങ്കിലും നാട്ടിൽ എന്ത് മാറ്റം ഉണ്ടാകുന്ന പറയണവേ. അതിനും വേണ്ടി വെല്ലം ഊരാൻ വെച്ചിന് അതിലേക്ക് ഏലക്ക ഞാൻ 5-6 ഇട്ട് കൊടുത്തിന്. അപ്പോൾ നമുക്ക് ഇന്ന് ഉപ്പാൻ്റെ ആണ്ട് നമ്മളെ പൊരയില്ല. ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമല്ലോ അതിലധികം മധുരം കഴിക്കാൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വന്ന പാട് അവലും ചായയും കൊടുക്കുക, പിന്നെ ഫുഡ് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. വീഡിയോ കാണണമെങ്കിലേ ഫറാനെൻ്റെ കൈ ഉറച്ചു പറഞ്ഞാൽ അങ്ങനെ നല്ല സ്ട്രോങ് ചായ ജസ്റ്റ് ഒന്ന് താഴെ തോയി. അപ്പോഴേക്ക് പുതിയ അപ്പോൾക്ക് ചായ എല്ലാം അവളാക്കി കൊടുത്തിട്ടായിട്ടില്ലേ. അപ്പം ഞാൻ എന്താക്കുന്നുണ്ട്, നമ്മളെ അവലിനെ വീഡിയോ എടുത്തതിന് ഫിനിഷ് ആക്കണമല്ലോ. എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് മുമ്പ് നമ്മൊരു വീഡിയോ എടുത്തിട്ട് സെറ്റാക്കാൻ നിൽക്കില്ലേ. ഞാൻ ഇങ്ങനെ ക്യാമറയും പിടിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ മറിഞ്ഞതിനെല്ലാം തുടച്ചിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ അത് വലിയ ഇടത്തേക്കില്ലേ പിള്ളേരെല്ലാം ഒന്ന് സെറ്റാക്കുന്ന പണി കൊടുത്തിന്. ഒക്കെ പറ്റിയ പണി ഇതറിഞ്ഞാൽ കുറേ ഒരു 4-5-10 പിള്ളറും ഏട്ടത്തിയും അങ്ങനെ ഓരോരാൾക്ക് ഓരോരു ബാച്ചായിട്ട് ഓരോ പണിയെല്ലാം കൊടുത്തിന്. അങ്ങനെ എല്ലാ പണിയെല്ലാം ഒരുങ്ങിയിട്ട് അതിന് ശേഷം ഇല്ലേ ഏതോ ഒരു കുരുത്തം കിട്ടത്തില്ലേ, ഈ 100 രൂപയ്ക്ക് എണ്ണ തോയി. അത് ഷോപ്പിലെന്തോ എടുക്കുന്നില്ല ആൾക്കില്ലേ കൊണ്ടെടുത്ത് നല്ല വയലോട്ടോടെന്ന് അറിഞ്ഞാൽ അങ്ങനെ 100 രൂപൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് നമ്മളിതാ ഇവിടെ വെല്ലം ഉരിയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഏകദേശം ഒരു ഇത്ര തേങ്ങ എടുത്തിട്ടുണ്ട്, 3-4 എന്തോ തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങ ഊട്ടിട്ട് അതിന് ശേഷം ഇല്ലേ നല്ല പാങ്ങലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് അതിന് ശേഷം നമുക്ക് എത്ര അവലുണ്ട് അതിനനുസരിച്ചിട്ടുള്ള വെല്ലവും തേങ്ങാവെല്ലാം എടുക്കുക, നമ്മളെ മധുരത്തിനനുസരിച്ചിട്ട്. അങ്ങനെ അപ്പോൾ അപ്പുറത്തെ ഒരാൾ പത്തലെല്ലാം റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉലോക്കി പിന്നെ ഉലൊക്കെ അല്ലേ, ഉലക്കി അവിടെ റെഡിയുണ്ട്. ഏലക്ക ഇട്ടിട്ടുള്ള പൊണ്ടം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉസ്താദ് വരാനതിന് അങ്ങനെ റെഡിയാക്കണ്ടേ നമുക്ക്. അതിനകത്ത് ചൂടിൻ്റെ ഫാൻ്റെ അടിയിൽ വെച്ചിട്ടില്ലേ വേറെ പാത്രത്തിലിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉലൊക്കെ നല്ല വാങ്ങലൊന്ന് കയ്യിൽ മിക്സ് ആക്കണം. അപ്പോൾ അതിലുള്ള പൊടിയെല്ലാം ഇല്ലേ വേസ്റ്റ് പോയിട്ടുണ്ടാകും ഇങ്ങനെ കൈയോട് കുഴച്ചിട്ട് നമുക്ക്. അങ്ങനെ അതെല്ലാം മിക്സ് ആയതിനു ശേഷം ഒന്നിച്ചിട്ട് മിക്സ് ആക്കണ്ടാവില്ല ഒരിക്കലും. പകുതി പൊണ്ടോടെ പകുതി അവലൂടെ എന്നിട്ട് ഇങ്ങനെ നല്ല വാങ്ങല മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ടായിട്ട് ഒരു 1/2 മണിക്കൂർ വെച്ചിട്ട് പിന്നെ നല്ല സോഫ്റ്റ് ആവിലായിട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ അതിലേക്ക് ഇങ്ങനെ മൈസൂർ കായും കൂട്ടിയിട്ട് കുഴച്ചിട്ട് കഴിക്കാൻ ഈ അമ്മക്കളെ എന്ത് ടേസ്റ്റ് അറിയാം. നല്ല ചൂട് ചായയും വേണം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കവേ.